കൊട്ടിയൂർക്ക് വന്നേക്കാണ്. ഇതായിരുന്നു ആദ്യത്തെ പാലം. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ വന്നപ്പോൾ ഈ പാലം കടന്നിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് പോയിരുന്നത്. അപ്പോൾ ഈ വർഷം അവരത് ഇപ്പുറത്തൊരു പുതിയ പാലമൊക്കെ പണിത് ഒന്നും കൂടി അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പാലം കടന്ന് അപ്പുറത്തേക്ക് പോയിട്ടാണ് അക്കരെ കൊട്ടിയൂർ പോകണം. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് പുഴയിൽ നിന്ന് കുളിച്ചിട്ട് പോകും. ഇന്നിപ്പോൾ ഇത് കാരണം തന്നെ നല്ല തിരക്കാണ് ഇവിടെയൊക്കെ. മൊത്തത്തിൽ ഫുൾ ആൾക്കാർ. സമയം ഇപ്പോൾ 1 മണിയായിട്ടുള്ളൂ. നല്ല തിരക്കാണ്. നമ്മളെ പിള്ളേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടപ്പൂവിൻ്റെ കടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ മെയിൻ പ്രസാദം എന്ന് പറഞ്ഞ ആൾക്കാർ കൊണ്ടുപോകണത് ഈ ഓടപ്പൂവാണ്. അത് വർഷത്തിൽ നമ്മൾ വന്നിട്ട് വീട്ടിലത് കൊണ്ടുവച്ചിട്ട് പിന്നത്തെ കൊല്ലം വരുമ്പോൾ പഴയത് മാറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോകണ പുതിയതായിരിക്കും നമ്മൾ വീട്ടിൽ വെക്കണത്. കുറേ പേരൊക്കെ വണ്ടിയിൽ ഞാറ്റിയിടാറുണ്ട്. ട്രാവലർ കാറിലൊക്കെ ഞാറ്റിയിടും. എൻ്റെ ചേട്ടനൊക്കെ കാറിൽ ഞാറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ആൾ ഈ പ്രാവശ്യം വരുമ്പോഴും അത് മാറ്റിയിട്ട് പുതിയത് കണ്ട ഇതൊക്കെ കാണാം. ഈ ചെറുതാണ് കാറിലേക്കൊക്കെ പറ്റിയത്. റോഡൊക്കെ നല്ല ബ്ലോക്കാണ്. ഇവിടെയൊക്കെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർ അവിടെ നിന്ന് വണ്ടി ഇങ്ങോട്ട് കടത്തി വിടണില്ല. ഇപ്പം അക്കരെ കൊട്ടിയൂർ കിഴക്കേ നട അല്ല ഈ കവാടം കടന്നിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ പാലത്തിൻ്റെ അവിടേക്ക് പോണത്. ഞാൻ ആൾക്കാർ നമ്മളെ ഇവിടെ വരേണ്ടവരൊക്കെ തോർത്ത് കൊണ്ടുവരണം. അല്ലെങ്കിൽ തോർത്ത് പോലെ മേടിക്കേണ്ടി വരും. ആരാണ് ഉണ്ടാവും അത് മേടിച്ചോ. അപ്പം ഇന്നും നാളെയൊക്കെ ഇളനീരിൻ്റെ അഭിഷേകത്തിൻ്റെ ചടങ്ങുള്ളവരെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് വിൽക്കാൻ വെച്ചേക്കണല്ല, ഈ തറവാട്ടുകാരെയാണെന്നുണ്ട്. മനേക്കര പിന്നെ നമുക്ക് അതിശയമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർണാടക എന്നുള്ള ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്. കഴിഞ്ഞ വട്ടമൊക്കെ വന്നപ്പോൾ അത്ര എങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഭയങ്കര കർണാടകക്കാരെ കുത്തൊഴുക്കാണ് ഇവിടെ. റീലും ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല വൈറലായിട്ട് കിടക്കണതിൻ്റെ പേരിൽ കർണാടക വണ്ടിക്കാണ് ഇപ്പോൾ ഭയങ്കര. ക്യൂ 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 സ്കൂൾ പോയൊക്കെയാണ്. ഇത് അവർ വഴിപാടായിട്ട് കൊണ്ടുവന്നത് മണ്ണിൽ മുട്ടിക്കില്ല എന്നാണ് ഇവിടുത്തെ ഐതിഹ്യോട്ടാ. അപ്പോൾ ഒരു മാവേലയൊക്കെ കൂട്ടി കാഞ്ഞിട്ട് അതിൻ്റെ മുകളിലിട്ടേക്കാണ്. ഇവിടുത്തെ കറക്റ്റ് ചരിത്രങ്ങളൊന്നും നമുക്കറിയില്ല. എന്നാലും പല ആൾക്കാരും പറയണത് വെച്ചിങ്ങായിട്ട് പോകുന്നു. 5 മണിയൊക്കെ ആകുമ്പോഴാണ് അവിടെ ഓപ്പൺ ആവണം. ഇപ്പോഴേ ക്യൂ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വെള്ളമൊക്കെ മേടിച്ചപ്പോൾ അതിങ്ങനെ പോട്ടെ ഗൈസ്.